ഒരു മുന്നണിയെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയെയും ഒക്കെ ഒരു വ്യക്തി ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വില പേശുന്ന രീതി അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനും നമ്മുടെ ജനാധിപത്യത്തിനും ഭൂഷണമല്ല. അൻവർ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. PV അൻവറിന് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മത്സരിക്കാനുള്ളൊരു രാഷ്ട്രീയ അഭ്യാസമാണോ ഈ VSJയുടെ പേരുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും ഈ അവസരത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയില്ലായിരുന്നെങ്കിൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിയായാണ്. PV അൻവറിന്റെ ശത്രു CPM-നകത്ത് പിണറായി വിജയൻ മാത്രമാണ്. വീണ്ടും ക്യാപ്റ്റൻ 3 എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ. രാജുഭായ് നമസ്കാരം. നമസ്കാരം. പെരുമഴയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും നിലമ്പൂരിൽ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെയൊക്കെ ഈ പെരുമഴ അങ്ങോട്ട് തണുപ്പിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അൻവറിന്റെ പിടിവാശിക്കൊന്നും കോൺഗ്രസ് വഴങ്ങുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അൻവർ ഇതിനു മുമ്പ് പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള ചില ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. പോയി പണി നോക്കാനാണെന്ന് VD സതീശൻ പറഞ്ഞിരുന്നത്. എന്തൊക്കെയായാലും ആ ഒരു തീരുമാനത്തോട് ഏറെ യോജിക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മുന്നണിയെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയെയും ഒക്കെ ഒരു വ്യക്തി ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വില പേശുന്ന രീതി അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനും നമ്മുടെ ജനാധിപത്യത്തിനും ഭൂഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിലമ്പൂർ സംഭവിക്കാൻ പോകുന്നത്? ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു മാറ്റം, അതിൽ മറ്റൊരു പേര് അവിടേക്ക് വരാനില്ല. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥി. എന്താണ് കൂടുതൽ പറയാനുള്ളത്? അൻവറിന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ലാൻഡ് ലോഡാണ്, ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് കുറേ ബാധ്യതകളും ഉണ്ട്. പുള്ളിയുടെ നിലവിലുള്ള മുതലിൻ്റെ ഒരു 10% വിറ്റാൽ തന്നെ പുള്ളിക്ക് ഇതൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റും, കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും. പക്ഷേ ഇതൊന്നും പറ്റാത്ത അവസ്ഥയിലാണ്. ഇതെല്ലാം നിയമക്കുരുക്കി കിട്ടുന്നു, എല്ലാം കാരണം ആവശ്യമില്ലാത്തവരോടെല്ലാം വെല്ലുവിളിക്കാൻ പോയി. ഇപ്പോൾ ഓൺലൈൻ മീഡിയക്കാർ ഇവരാരെങ്കിലും ഇപ്പോൾ VS ജോയിയോട് താല്പര്യം ഇല്ലാണ്ടാണോ? VS ജോയിയുടെ ആൾക്ക് നമുക്ക് പലരോട് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഓൺലൈനുമായിട്ട് മെയിൻ സ്ട്രീം ആവട്ടെ VS ജോയി സ്ഥാനാർത്ഥിയായനെ അവിടെ സർവേല പിന്നെ VS ജോയിക്കായിരുന്നു മുൻതൂക്കം. മണ്ഡലം കമ്മിറ്റികൾ ഭൂരിപക്ഷം VS ജോയോടൊപ്പമാണ്. മുസ്ലിം ലീഗ് ബ്ലോക്കായിട്ട് VS ജോയിയുടെ കൂടെയാണ്. വിവിധ സമുദായ സംഘടനകൾ VS ജോയിയുടെ കൂടെയാണ്. പക്ഷേ അൻവർ VS ജോയിയെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെ ഒരു മുന്നണിയെ ഇടതു മുന്നണിയുടെ കൂടെ നിൽക്കുമ്പോഴും അൻവർ അങ്ങനത്തെ എനിക്കിത് അൻവർ പ്രയോഗിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ VS ജോയിയുടെ പേര് നിർദ്ദേശിക്കുന്നു. VS ജോയിയെ ഈ അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് അവിടെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ അൻവർ തന്നെ ജോയിക്കിട്ട് പണി കൊടുക്കുന്നു. അതിനുശേഷം അത് ഷൗക്കത്തിൻ്റെ തലയിലേക്ക് വെച്ചിട്ട് ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ കരിയർ അവിടെ അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ VS ജോയിക്ക് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി നിലമ്പൂർ മത്സരിക്കാനുള്ള അവകാശവാദം ഇല്ലാതാക്കുക. അതിനുശേഷം PV അൻവറിന് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മത്സരിക്കാനുള്ളൊരു രാഷ്ട്രീയ അഭ്യാസമാണോ ഈ VS ജോയിയുടെ പേരുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും ഈ അവസരത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ അവസാന നിമിഷം അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, പിണറായിസത്തെ ഞങ്ങൾ എങ്ങനെയും എതിർത്ത് തോൽപ്പിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരാൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് കിടന്ന് ഉടക്കുണ്ടാക്കുന്നത്? അല്ല, ഈ അൻവറിനെ ഞാൻ പഠിച്ചിടത്തോളം വെച്ചിട്ട് വിശ്വസിക്കുന്നവരെ പെട്ടെന്ന് യോജിക്കത്തില്ല. ഭയങ്കര സ്ട്രെയിറ്റ് ആ കാര്യത്തിലൊക്കെ. പക്ഷെ കുറച്ച് അഹങ്കാരം കൂടിപ്പോയി. അഹങ്കാരമൊക്കെ നമുക്ക് ആത്മാഭിമാനമൊക്കെ ഉണ്ടാവണം. അഹങ്കാരം ആവരും. ഞാൻ എന്തും ചെയ്ത് കളയും, ബിനു ജോണിനെ പോയി അടിക്കും എന്നൊക്കെ പറയുന്ന ഷാജിസ് കറിയെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കൗബോയ് തൊപ്പി കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ ഭയങ്കര വീരനായക പരിവേഷം സൃഷ്ടിക്കാൻ പോയി എന്നുള്ളതാണ് വിഷയം. പക്ഷേ അങ്ങനെ ഇപ്പോൾ VS ജോയിയെ പാലം വലിക്കാനെന്നുള്ള സാധ്യതയില്ലായിരുന്നു. കാരണം അങ്ങനെ വലിക്കാനും കഴിയത്തില്ല. അൻവർ വിചാരിച്ചാൽ അങ്ങനെ വലിക്കാനും പറ്റില്ലായിരുന്നു. അൻവർ ഇങ്ങനെ രണ്ടാമത് ഈ പറഞ്ഞ കാര്യം ശരിയാവും. കാരണം ഇപ്പം VS ജോയി നിൽക്കുക, 26 പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവർ അവിടെ നിന്നിട്ട് ജോയിയെ വേറെ എവിടെയെങ്കിലും മാറ്റുക എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഈ ആര്യാടൻ മുഹമ്മദും ഇദ്ദേഹത്തിന്റെ പിതാവ് PV ഷൗക്കത്തലിയും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം കോൺഗ്രസിൽ AICC അംഗമായിരുന്നു PV ഷൗക്കത്തലി, ഈ PV അൻവറിന്റെ പിതാവ്. എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഇവർ അടുത്ത ബന്ധുക്കളാണ്, ആര്യാടൻ മുഹമ്മദും അൻവറിന്റെ പിതാവും. അപ്പം ഇവർ രണ്ടുപേരും അടുത്ത ബന്ധുക്കളാണ്, വളരെ അടുത്ത ബന്ധുക്കളാണ്. പക്ഷെ ഇവർ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് മലബാറിൽ നിന്ന് ഓരോ കാലത്തും വേറൊരാളും വരാതിരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. അത് അവർ ഇന്നർ പൊളിറ്റിക്സ് ആ രീതിയിലാണ് പുള്ളി പറയുന്നിടത്ത് നിൽക്കുന്ന രീതിയിൽ പുള്ളിയുടെ പോക്കറ്റ് സംഘടനയായിരുന്നു മലബാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള അത്തരം ചില ശത്രുതകൾ പരമ്പരാഗതമായി അടുത്ത തലമുറയിലേക്കും വന്നു. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിൽ ആ ഒരു ശത്രുതാപരമാണ്. ബാക്കിയുള്ളിടത്തെ പോലെയുള്ള ഒരു ഇതല്ല. ബാക്കിയുള്ളിടത്തൊക്കെ ഒക്കെ പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ എതിർക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തിപരമായുള്ള ശത്രുതയാണ്, പൊളിറ്റിക്കൽ അല്ല. അതുകൊണ്ടാണ് ഈ PV അൻവർ ഒരു ഘട്ടത്തിൽ DIC ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പോകുന്നത്. കാരണം ഇവിടെ നിന്നാൽ ഒരു കാലത്തും PV അൻവർ പൊങ്ങില്ല എന്നുള്ളത് അൻവറിന് അറിയാം. കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് വരെ അദ്ദേഹം കോഴിക്കോട്ടിലേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ വീട് അവിടെയാണ്, അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും അൻവറിന് ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം,
സിബി തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഒരു മുന്നണിയെ മുൾമുനയിൽ നിർത്തുന്ന സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മുന്നണിക്ക് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. പി സി ജോർജിന് പറ്റിയതാണ്. പി സി ജോർജ് ഒരു മുന്നണിക്കും വേണ്ടാതായില്ലേ, ഒരു മുന്നണിക്കും വേണ്ടാതായി. കാരണം അവിടെ പോയിട്ട് പക്ഷേ ബി ജെ പി പോയി കഴിഞ്ഞപ്പോൾ പി സി ജോർജിന് വല്ലതും നടക്കുന്നുണ്ടോ? മിണ്ടരുതെന്നാ പറഞ്ഞേക്കുന്നത്, ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞേക്കുന്നത്. പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ ഔദ്യോഗിക വക്താക്കളുണ്ട്. എന്നാൽ ഷോൺ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക വക്താക്കളുണ്ട്, പാർട്ടിയോട് ആലോചിക്കാൻ ഒരു അക്ഷരം മിണ്ടരുതെന്ന്. അതും ദേശീയ നേതൃത്വം നേരിട്ട് അറിയിച്ചില്ല. ഈ കോൺഗ്രസിനകത്തുള്ള വരെയുള്ള ആ പരിപാടിയൊന്നും ബി ജെ പിക്കകത്ത് നടക്കത്തില്ല. അവർക്ക് സിസ്റ്റം ഉണ്ട്, ചാനലുണ്ട്. സി പി എമ്മിനകത്തൊക്കെ ഉള്ളതുപോലെ തന്നെ കേഡർ പാർട്ടി എന്ന് അവർ പറയുന്നൊന്നും ഇല്ലെങ്കിൽ ഒരു കേഡർഷിപ്പ് ഉണ്ട്. അൻവറിന് ഇപ്പോൾ പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ എൽ ഡി എഫിലേക്ക് ഇനിയിപ്പോൾ ഒരു കാലത്ത് അവർ അടുപ്പിക്കത്തില്ല. സി പി എമ്മിൻ്റെ അനുവാദം ഇല്ലാതെ എൽ ഡി എഫിലെ ആളെയും എടുക്കാൻ പറ്റത്തില്ലല്ലോ. സി പി എം അടുപ്പിക്കത്തില്ല. സി പി ഐക്ക് പണ്ടേ താല്പര്യമില്ല, പ്രാദേശിക സി പി ഐക്കും താല്പര്യമില്ല. യു ഡി എഫിനകത്തെന്ന് പറഞ്ഞാൽ അൻവർ ഒന്ന് സതീശന് ഒരു രീതിയിലും അൻവറിനെ അംഗീകരിക്കാൻ പറ്റില്ല. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയില്ലായിരുന്നെങ്കിൽ വി എസ് ജോയിയുടെ സ്ഥാനാർത്ഥിയായേനെ. ഇത് സണ്ണി അവിടെ കെ പി സി സി പ്രസിഡന്റായിട്ട് വന്നു. അതിന് ശേഷം പിന്നെ ഇവിടെയും വരുമ്പം ഒരു ക്രിസ്ത്യൻ തന്നെ പിന്നെയും വരുന്നു എന്നൊക്കെയുള്ള ഒരു ഇക്വേഷൻ ഇവർക്ക് ഇതൊക്കെ പേടിയാണല്ലോ, അങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല വി എസ് ജോയി വന്നാൽ അത് അൻവറിന്റെ വിജയമായി അൻവർ വ്യാഖ്യാനിക്കും, അൻവറിന്റെ ബാർഗൈനിങ് കപ്പാസിറ്റി കൂടും എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഭൂരിപക്ഷം ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, ഷൗക്കത്ത് നിന്ന് ജയിച്ചാൽ മതി, അൻവർ ജയിച്ചു എന്നുള്ളത് വേണ്ട, യു ഡി എഫ് ജയിച്ചു എന്നുള്ള രീതിയിൽ മതി എന്നുള്ള തീരുമാനം ഉണ്ടാവും. എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുക ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഒരു തെറ്റുമില്ല. ഇപ്പം ഞാനാണെങ്കിലും സിബി ആണെങ്കിലും നമ്മൾ പാർട്ടിക്കകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ സൂക്ഷിക്കുമല്ലോ, പാർട്ടിയുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുമല്ലോ. അപ്പം ആ രീതിയിൽ കാരണം വി ഡി സതീശന് ഇത്രയും പൈരാക്ക് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെതിരെ മീൻ വണ്ടിക്കകത്ത് പൈസ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ പറ്റുന്ന എന്താ പറയുക, ഈ മീൻ വണ്ടിക്കകത്ത് ഈ മീൻ വണ്ടി പറയാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഇതിനകത്ത് വേറൊരു വസ്തു കൂടി തോന്നുന്നുണ്ട്. എന്താ അറിയോ, അതായത് പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവറിന്റെ ശത്രു സി പി എമ്മിനകത്ത് പിണറായി വിജയൻ മാത്രമാണ്. പി വി അൻവർ എൽ ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് പി വി അൻവറിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ച ചില ആളുകൾ ഇന്ന് സി പി എമ്മിനകത്ത് ശക്തരായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ശക്തരായിട്ട് വരുന്ന സമയത്ത് എം സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിച്ച് സി പി എമ്മിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പി വി അൻവറിനെ പോലെയുള്ള ഒരാളുടെ പിന്തുണ ആവശ്യമാണ്. അപ്പൊ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിൽ യു ഡി എഫുമായിട്ട് അകലുന്നു. അകന്നതിന് ശേഷം ഇദ്ദേഹം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ പി വി അൻവർ തന്നെ അവിടെ മത്സരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് പ്രശ്നത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ കേസുകളൊക്കെ ന്യൂട്രൽ ചെയ്യുകയും പിന്നീട് ഇദ്ദേഹത്തെ പതുക്കെ ഏതെങ്കിലും ഒരുപക്ഷെ പിണറായി വിജയൻ നല്ല മൂന്നാമത് എൽ ഡി എഫിനെ നയിക്കുന്നതെങ്കിൽ ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്തേക്ക് തന്നെ ചേക്കേറാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, പി വി അൻവറിനെ കൊണ്ട് തുടക്കത്തിൽ ഇതൊക്കെ പറയിപ്പിച്ച ആളുകൾ ഇന്ന് ആ പാർട്ടിയിൽ ശക്തരാണ്. അവർ വീണ്ടും ശക്തി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് പി വി അൻവർ ഡി എം കെ പോയി, അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതൊക്കെയോ പാർട്ടി പോയി, അതിനുശേഷം ഏറ്റവും അവസാനമാണ് ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസിൽ വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നിലപാടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും നാളെ എൽ ഡി എഫിനെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എൽ ഡി എഫിന് വേണ്ടി കുളം കലക്കുന്നതാണ് ഈ കാണുന്നതെങ്കിലോ അല്ല, എടുത്തിയാട്ടം കൂടിപ്പോയി. അൻവർ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് പുള്ളിക്ക് അത്രയും സപ്പോർട്ടും ഒന്നും കിട്ടാതെ നീ തുടങ്ങി വെക്ക് വാക്യങ്ങൾ ഏറ്റുപിടിക്കാന്നൊക്കെ പറയാതെ ഒന്നും പറയത്തില്ല. അപ്പൊ പാർട്ടിക്കകത്ത് നിന്ന് അതിന് വേണ്ട കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും എനിക്ക് പിതൃതുല്യനാണ് എന്നാ പറഞ്ഞത്. അന്ന് ഈ പിണറായിസ് എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് പിതൃതുല്യനാണ്, എന്റെ പിതാവിനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതിനകത്തൊരു നിലപാടില്ലായ്മ വ്യക്തമാവുമല്ലോ. അത് കഴിയുമ്പോൾ പിണറായിസും വരുന്നു, മരുമോൻ ഇസം വരുന്നു, ഒക്കെ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ പി വി അൻവർ മൊത്തത്തിൽ അങ്ങ് ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങളെ വെറുപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പൂർത്തീകരിച്ചില്ല. മീൻവണ്ടിക്കകത്ത് കൊണ്ടുവന്നു പറയുമ്പം അവിടെയാണ് ആൾക്കാർ പിന്നെ മീൻവണ്ടി എന്ന് പറയുന്ന ഒരു ട്രോളാനുള്ള സാധനമായിട്ട് മാറി. നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമായി. പിന്നെ സ്വർണം കൊണ്ടൊന്നും ഇല്ല എന്നുള്ളതല്ല വിഷയം, ബിരിയാണി ചെമ്പായി ചർച്ച. അപ്പോൾ ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, ജപ്പാനിലോട്ട് പോകുന്ന മേഘം ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ മഴ പെയ്യിക്കണം. ആരോ ചുമ്മാതിരുന്നപ്പം ആരോ 2 സ്മോൾ അടിച്ചു കാണാൻ വന്നവൻ ആരോ പറഞ്ഞു കൊടുത്തൊരു സാധനമാണ്. ഈ കെടുത്ത് പത്രങ്ങളോ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് പുള്ളിക്ക്. അല്ല, പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ടീമിനോട് എല്ലാവരോടും കൺസൾട്ട് ചെയ്യുന്നില്ല. പലപ്പോഴും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് അത്. പലപ്പോഴും ചില സമയത്ത് അത് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണത്. അപ്പം അതിനകത്ത് ഒരു ഇമ്മച്ചുറായിട്ടുള്ള പല കാര്യങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ ഇന്നൊക്കെ രാവിലെ തൊട്ടൊക്കെ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ കളികളും പി വി അൻവർ കളിച്ചു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പി വി അൻവറിന് മാധ്യമങ്ങൾ ഭയങ്കര ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്.
ഈ പ്രാധാന്യം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അൻവറിന് ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടാൻ തുടങ്ങി. ഒരു താരപ്രഭയുണ്ട്. ഈ തടിച്ചു കൂടാൻ കാരണം എന്താണെന്നറിയോ? ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്രാദേശിക നേതൃത്വങ്ങളാണ്. അതെ അതെ. ഈ പ്രാദേശിക നേതൃത്വത്തിന് സമൂഹത്തിൽ എന്ത് വിലയുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് PV അൻവർ വൈകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ നമ്മൾക്കെല്ലാവരും നമ്മളെന്തൊക്കെയാണെന്ന് നമുക്ക് സ്വയം ഭാവിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലേ. ഞാൻ മോദിയേക്കാൾ വലുതാണ്, ഞാൻ പിണറായി വിജയനേക്കാൾ വലുതാണ്, ഞാൻ VD സതീശനേക്കാൾ വലുതാണ്, ഞാൻ KC വേണുഗോപാലിനേക്കാൾ വലുതാണ്, രമേശ് ചെന്നിത്തലയേക്കാൾ വലുതാണ് എന്നൊക്കെ ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് അയാൾ സ്വയം ഒന്ന് കണ്ണാടി നോക്കണ്ടേ, താൻ ആരാണെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനായിട്ട് PV അൻവറിന് പറ്റാതെ പോയതാണ് PV അൻവറിന്റെ രാഷ്ട്രീയ പരാജയത്തിന് കാരണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ലെന്ന് എന്ന് പറയുന്നത് പോലെ നമ്മളെ വലുപ്പം കുറച്ച് കൂടുതലാണെന്ന് തെറ്റിയിരിക്കുകയും ചെയ്യുന്നത്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, സ്വയം സൂം ചെയ്തു പോയി. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ അവിടെ ഒരു കുഴപ്പം. ബാക്കിയുള്ളവർക്കൊന്നും എൻ്റെ അത്ര ഇതില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവർ പിന്നെ എൻ്റെ അത്രയും അവർക്ക് തൻ്റെ ഇടം ഉണ്ടാവത്തില്ല. പിന്നെ കോൺഗ്രസ് പൊതുവേ മുട്ടുവളച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്, നട്ടമില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് എന്തും നടക്കുമെന്നുള്ളത് കരുതി. പക്ഷേ ഇപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ അവർ ഐഡന്റിറ്റി അവർ നിലനിർത്തി. അതിനകത്ത് ഒരാളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ സറണ്ടർ ചെയ്തു. പുതിയ KPCC നേതൃത്വത്തിൽ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളവരാണ് ഷാഫി പറമ്പിൽ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ്. പിന്നെ പുതിയ UDF കൺവീനർ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, പിന്നെ PC വിശ്വനാഥ്, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിന് കൂടുതൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ AP അനിൽകുമാർ മാത്രമാണ് എൻ്റെ എന്തൊരു കുറച്ചൊരു ഇത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പിന്റെ മുമ്പിലൊക്കെ പോയി വെല്ലുവിളിക്കുന്ന സമയത്ത് ആരാണ് താനെന്നത് ചിന്തിക്കേണ്ടേ? അല്ല, അവിടെ ഞാൻ പറഞ്ഞു എടുത്തിയാട്ടം കൂടി പോയി. പക്ഷേ സ്വതന്ത്രനായിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, PV അൻവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഷൗക്കത്തിനെതിരെ നെഗറ്റീവ് വോട്ട്സ് ഒരുപാടുണ്ട്. അത് മുന്നണിക്കകത്തുനിന്നാവുക. ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ട് ഷൗക്കത്തിന് ആകർഷിക്കാൻ പറ്റും. ഷൗക്കത്ത് നന്നായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ നമുക്കൊക്കെ പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരാളെന്നുള്ള രീതിയിൽ വളരെ നല്ല അറിവും നല്ല വായനയും നല്ല പിന്നെ ആഴത്തിലുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഷൗക്കത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബൂമിങ് ടൈമിലൊക്കെ അവിടെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി പൈസ ഇറക്കാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. വ്യാപാരികൾ, ബാക്കിയുള്ളവർ, അവിടുത്തെ വ്യവസായ പ്രമുഖർ, അങ്ങനെയുള്ള ഒരുപാട് ടീമുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. VV പ്രകാശിൻ്റെ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട VV പ്രകാശിൻ്റെ മോൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടത് വലിയ വാർത്തയായിട്ടുണ്ട്. കാരണം VV പ്രകാശിൻ്റെ കുടുംബം രാഹുൽ ഗാന്ധി പിന്നെ ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് ഷൗക്കത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഉൾപ്പെടെയുള്ളവർ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പം അൻവർ സ്വതന്ത്രമായിട്ട് നിന്നാൽ അൻവർ ചിലപ്പോൾ 10,000 മേളിൽ വോട്ട് പിടിക്കാൻ പറ്റും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് 10,000-ലേറെ വോട്ട്. അതോടെ പക്ഷെ 10,000 വോട്ട് മാത്രമാണ് അൻവർ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതോടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞല്ലോ. അല്ലല്ലോ, സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരാൾക്ക് വ്യക്തിപരമായി 10,000 വോട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. ലോക്സഭാ മണ്ഡലത്തിൽ 35,000 വോട്ട് പിടിച്ചു. 10,000-ലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന സമയത്ത് വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെങ്കിലും PV അൻവറിനെ അവിടുത്തെ ആദ്യത്തെ റാലിയിലൊക്കെ 1000-ഓളം പേർ പങ്കെടുത്തു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ, അത് പിണറായി വിജയൻ പണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, അച്യുതാനന്ദനെ വിലയിരുത്തി. അത് നമ്മൾ ശരിക്കും ഈ അവസരത്തിൽ ഒന്ന് ഓർക്കേണ്ടതാണ്. കടലിലെ തിരമാലകളെ നോക്കി ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് കുറെ വെള്ളം ബക്കറ്റിൽ കോരിക്കൊണ്ട് വന്നു. അതിനുശേഷം ബക്കറ്റിലിരുന്നുകൊണ്ട് ആ വെള്ളത്തിന് തിരയാവാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ ഇരു മുന്നണികളിലും പെടാത്ത PV അൻവറിന് രാഷ്ട്രീയമായിട്ട് എന്ത് പ്രസക്തി നിലമ്പൂരുണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം അവിടെ നടക്കാൻ പോകുന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് പിണറായി വിജയനെ എതിർക്കുന്നവരും എന്ന രീതിയിലേക്കുള്ള മത്സരമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ PV അൻവറിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല. തൃണമൂൽ കോൺഗ്രസിന് പിന്നെ മുന്നണി എന്തായാലും എടുക്കത്തൊന്നുമില്ല. കാരണം ബംഗാളില്ല വേണ്ടാത്ത മുന്നണി പിന്നെ ഇവിടെ വേണം അവർക്ക്. അങ്ങനെ കാര്യമായിട്ട് പിന്നെ മമതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയെ ആർക്കാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ഒരു രാഷ്ട്രീയ ബോധമുള്ളൊരു മനുഷ്യർ. പക്ഷേ എനിക്കൊന്നും അറിയാം, PV അൻവറിന്റെ തന്നെ നിലമ്പൂരിൽ നിന്ന് ഏതാനും ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകൾ. അല്ല, ഈ PV അൻവർ വരുമ്പോൾ ഒരു സംഭവം, ഒരു ഓളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ, മറ്റുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ട് നീണ്ടുപോയി പകൽഗാമം ഒന്നും ഉണ്ടായി ഇങ്ങനെ നീണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ജോയി എന്നെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായേനെ. ഇപ്പോൾ എന്ന് വെച്ചാൽ സിറ്റുവേഷൻ മാറി. കാരണം അൻവർ ഇതിനകത്ത് നിന്ന് പ്രസക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് തിരിച്ചും അൻവർ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് വേണ്ടാന്ന് വെക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഈ തീരുമാനം കറക്റ്റ് ആവാനല്ലേ സാധ്യതയുള്ളത്? ഈ തീരുമാനം കറക്റ്റ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിണറായി വിരുദ്ധരും തമ്മിലുള്ള മത്സരമായിട്ട് വരുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർ, ഈ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ
എന്ത് വന്നാലും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും പൊതുവിൽ. പിന്നെ ഈ വ്യക്തിപരമായ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് ക്യാൻവാസ് ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. പിന്നെ VS ജോയി എന്തായിരുന്നാലും ഇപ്പോൾ VV പ്രകാശിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആര്യാടന് എതിരെ വന്നിട്ടുള്ള ആരോപണം പോലെ ഒരു ആരോപണം VS ജോയിക്കെതിരെ ഉന്നയിക്കാനുള്ള അവസരം VS ജോയി ഉണ്ടാക്കില്ല. കാരണം ചെറുപ്പക്കാരനാണ്, അവസരങ്ങൾ ഇനിയുണ്ട്, നല്ല രാഷ്ട്രീയ ഭാവിയുണ്ട് ഒക്കെ ഉണ്ടാകുമ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നയിക്കാൻ VS ജോയി ജില്ലാ പിന്നെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. AP അനിൽകുമാറിനാണ് പിന്നെ ചുമതലയുള്ളത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം അൻവറിൻ്റെ ഈ സാമ്പത്തിക കുരുക്കുകൾ. ഇപ്പം കടമ്പയിലെ പാർക്ക് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, എല്ലാം പിടുത്തം വിട്ടിരിക്കുക. സംഭവം നടക്കണ്ടേ, വണ്ടിക്ക് തന്നെ അടിക്കണ്ടേ. അപ്പം മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ലിക്വിഡിറ്റി വേണ്ടേ, തിന്നാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു അവസ്ഥക്കകത്ത് അൻവറിനെ ഒന്ന് മയപ്പെടുത്താൻ, അല്ലെങ്കിൽ അൻവർ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിനെ അവസരമാക്കി ഒരു നെഗോഷിയേഷൻ അവരുമായിട്ട് നടത്താൻ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതെല്ലാം ഒന്ന് ഫ്രീസ് ചെയ്തിടുക. സംഭവം എല്ലാം തൽക്കാലം ഒന്ന് ഫ്രിഡ്ജിലും അടച്ചു വെച്ചാൽ മതിയല്ലോ, ഒന്ന് ന്യൂട്രൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അൻവറിനും പരിക്കില്ലാതെ രക്ഷപ്പെടാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് അഥവാ ജയിക്കാൻ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് വലിയ രാഷ്ട്രീയ നേട്ടം എന്ന് പറഞ്ഞാൽ UDF-ന്റെ സാധ്യതകൾ 50% തീർന്നു 2026 തെരഞ്ഞെടുപ്പിൽ. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇപ്പം UDF അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എല്ലാ കാലത്തും ലോക്കൽ ബോഡീസിനകത്ത് ഇടതുപക്ഷ തരംഗം തന്നെ ഉണ്ടാവാറുള്ള ആര് ഭരിച്ചാലും. കാരണം ഒരു നല്ല പ്രാദേശികമായിട്ട് കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരും. തിരുവനന്തപുരം കോർപ്പറേഷൻ ചിലപ്പോൾ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. എറണാകുളം, പിന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ എന്തായാലും LDF-ന് നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കൊല്ലവും കോഴിക്കോട് പോലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ട സാഹചര്യത്തിലാണ്. അതെല്ലാം ആ ഒരു സിനാറിയോയ്ക്കകത്ത് മാറ്റം വരും. കാരണം ഇവിടെ പിണറായി വിരുദ്ധത ഇല്ല എന്നുള്ളൊരു പ്രചരണം വ്യാപകമായിട്ട് വരും. അത് മൂന്നാം സർക്കാരിന് വീണ്ടും ക്യാപ്റ്റൻ 3 എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ തെരഞ്ഞെടുപ്പ് പിന്നെ ഇപ്പം അല്ല, നമ്മൾ നിലമ്പൂരേക്ക് പോവുകയാണല്ലോ ഈ ദിവസങ്ങളിൽ. നമ്മൾ നിലമ്പൂരിലേക്ക് അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ ബാക്കി പറയാം.